ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലിസ്റ്റിംഗ് ആകാൻ പോകുന്ന ഒന്നാണ് ഗോഡ്സ്. കുറേ നാളുകളായി നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് ഡെയിലിയുള്ള മൈനിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒന്ന് ബിറ്റ്ഗെറ്റ്, അതുപോലെ തന്നെ ഗെറ്റ്.io, KuCoin. ഈ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിൽ ടോക്കൺസ് ഏൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഗോഡ് പാസ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കണം. ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഇത് 2-3 ക്ലിയർ ആകണമെങ്കിൽ ഇതിൽ ടോക്കൺ നമുക്ക് ടോൺ കോയിൻ ഡിപ്പോസിറ്റ് ചെയ്യണം. അല്ലാതെ തന്നെ നമ്മളിത് ബാക്കിയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടാസ്കുകൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ഏറ്റവും താഴെ കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ എലിജിബിൾ എന്ന് നിങ്ങളുടെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത് വന്നിട്ട് മിനിമം ടാസ്കുകൾ ചെയ്യുന്നവർക്ക് എലിജിബിൾ ആകുന്നുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള ടാസ്കുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൻ്റെ UID മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇത് നമുക്ക് പാസ്സാകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഇതാണ് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നുണ്ട് get.io. ഇതിലും നമുക്ക് ടാസ്കുകൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പോയിൻറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ടാസ്കുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉടനെ തന്നെയുണ്ട്. അപ്പോൾ ഈ ടാസ്കുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഗോഡ് പാസിൽ വന്നിട്ട് ഈ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 1 ടോൺ ഡിപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 55 സ്റ്റാർ ഡിപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 75 സ്റ്റാർസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ 55 സ്റ്റാർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോയിൻസ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഒരു 10,000 ടോക്കൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത് ഫ്രീ ആയിട്ട് ഒരു 10,000 ടോക്കൺസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഇവിടെ വീണ്ടും 80 സ്റ്റാർ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടെയൊക്കെ ടോക്കൺസ് കൂടുതൽ കിട്ടും. ബാക്കി നമ്മൾ ഡെയിലി ക്ലെയിമിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ മിഷൻസ് കുറേ ഇവിടെ കാണാൻ കഴിയും. ഈ മിഷൻസ് എല്ലാം മാക്സിമം നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ഇത് ലിസ്റ്റിംഗ് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ആകുമെന്ന് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ MEM5 ഒക്കെ ലിസ്റ്റായി. അതിൽ വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയത്തക്ക ഒരു സംഭവമില്ല. എങ്കിലും ലിസ്റ്റ് ആകുകയാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ഡെയിലി ചെക്കിൻ്റെ ഓപ്ഷനുണ്ട്. ഈ ഡെയിലി ചെക്കിൻ ചെയ്യുക. ഇത് വന്നിട്ടൊരു പരസ്യം കാണുക, അല്ലെങ്കിൽ ഇത് ഡെയിലി ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടോക്കൺസ് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഇതിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ വിട്ടുകളയാതെ എന്ത് ചെയ്യുക, തുടക്കം മുതലേ സ്റ്റാർട്ടിങ് മുതലേ മൈൻ ചെയ്താണെങ്കിൽ ഇതിൽ നിങ്ങൾ റെഫർ ചെയ്തെങ്കിലും ഇല്ല എങ്കിലും അത്യാവശ്യം ടോക്കൺസ് നിങ്ങൾക്ക് കാണും. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഇതിൽ ആക്റ്റീവ് അല്ല, എങ്കിലും എനിക്കിത് അത്യാവശ്യം ടോക്കൺസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന മേജർ എന്ന് പറയുന്ന ഇത് വന്നിട്ട് ലിസ്റ്റിംഗ് ആകുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ എലിജിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഈ 2-3 ഓപ്ഷനിലൊക്കെ ഇപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില എക്സ്ചേഞ്ചുകളിൽ വന്നിട്ട് UID കൊടുക്കേണ്ടത് വരും. ചിലതിൽ വന്നിട്ട് മേജർ സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. അഡ്രസ്സ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആണെന്ന് കാണിക്കും. എത്ര ടോക്കൺസ് ആണ് നിങ്ങൾക്ക് വിഡ്രോ കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് 6.28 ടോക്കൺ. ഇതിൽ ഞാൻ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ഒരു അലോക്കേഷനേ ഉള്ളൂ. അപ്പോൾ മേജർ സപ്ലൈ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകാനാണ് സാധ്യത. എങ്കിലും അത്യാവശ്യം ടോൺ ഡിപ്പോസിറ്റൊക്കെ ചെയ്തവർക്കാണ് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഒത്തിരി അനൗൺസ്മെൻറ്റുകൾ വേറെ വരുന്നുണ്ട്.
പിന്നെ കണ്ട ഒന്നാണ് അനൗൺസ്മെൻ്റാണ് സൈഡ് കിക്ക് നമ്മൾ ബിനാൻസ് ബാക്കപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ പുതുതായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ഞാനിന്ന് കണ്ടത്. അപ്പോൾ ഇത് 25-ാം തീയതിയോടുകൂടി ഇതിൻ്റെയും എന്താ പറയുക, ഇതിലും സീസൺ 2 അവസാനിക്കും. നവംബർ 25 12 PM UTCയോടുകൂടി എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ മൈനിങ് ഈ ഒരു സീസൺ അവസാനിക്കുകയാണ്. ഇതിലും ഒത്തിരി ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ ടാസ്കുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ വന്നിട്ട് ഈ ഏറ്റവും താഴെ കാണുന്ന ഈ സ്പിൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്പിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടോക്കൺസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്കുകളുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് നമ്മുടെ ടോട്ടൽ ടോക്കൺസ് എത്രയുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടോട്ടൽ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും. കുറേ ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഏണിങ്സ് കൂടും. സെക്കൻഡ് ഓപ്ഷനായ ഇവിടെയും ഡെയിലി ചെക്ക്-ഇൻ, അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങളിതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുക. അടുത്ത ഓപ്ഷനിൽ നമ്മുടെ എത്ര ഫ്രണ്ട്സിനെ റെഫർ ചെയ്തെന്ന് ഇവിടെ കാണാൻ കഴിയും. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇതിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി ബാക്കിയുള്ളതിനേക്കാളും അല്പം കുറവാണ്, 14.47. ഇത്രയും കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി അല്പം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഈ സൈഡ് കിക്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് വരുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ മാക്സിമം ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് എച്ച്&സ്കി ഗ്ലോബലുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഇവരുടെ ആയിട്ടുണ്ട്. അതിൽ ലിസ്റ്റിങ്ങും ആകും. അപ്പോൾ അവരുടെ എക്സ്ചേഞ്ചുമായിട്ട് ഒരു കണക്റ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ടാസ്കുകൾ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. വാലറ്റെല്ലാം കണക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡയമണ്ട് എത്രത്തോളം നമുക്ക് അധികം ഉണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു പ്രോഫിറ്റ് വരാനാണ് സാധ്യത. ബാക്കി ലിസ്റ്റിങ്ങിൻ്റെ മറ്റ് അനൗൺസ്മെൻറ്റുകൾ വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെൽ നോട്ടിഫിക്കേഷനെ ഓൺ ചെയ്യുക. അപ്പോൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.